ഈകത്തിൽ ഒന്നുമില്ലായേ നേടിയതെല്ലാം നിത്യയേ. ഈകത്തിൽ ഒന്നുമില്ലായേ നേടിയതെല്ലാം നിത്യയേ. പരദേശിയാണുലകിൽ ഇവിടെങ്ങു മഞ്ഞിനല്ലോ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി 2 സങ്കീർത്തനം 1 വാക്യം. ജാതികൾ കലയിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? മശിഹാ സങ്കീർത്തനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന 16 സങ്കീർത്തനങ്ങളിൽ ഒന്നാണ് ഇന്ന് നാം ധ്യാനിക്കുന്ന 2 സങ്കീർത്തനം. ഈ സങ്കീർത്തനങ്ങളിൽ കർത്താവിനെ കുറിക്കുന്ന പ്രതിപാദങ്ങൾ ഉള്ളതിലാകാം ഇവ മശിഹാ സങ്കീർത്തനങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ദൈവിക അധികാരത്തെ അംഗീകരിക്കാത്ത രാജ്യങ്ങളും രാജാക്കന്മാരും ദൈവത്തോട് മത്സരിക്കുകയും സംഘം ചേരുകയും ചെയ്യും എന്നും ദൈവത്തിൻ്റെ അഭിഷിക്തന് വിരോധമായി ഭൂരാജാക്കന്മാർ ഒരുമിച്ച് കൂടി വ്യർത്ഥമായി ആലോചന നടത്തുന്നതിൻ്റെ നിരർത്ഥകത്വം ഈ വാക്യത്തിലൂടെ സങ്കീർത്തനക്കാരൻ വ്യക്തമാക്കുന്നു. അധികാരം ദൈവത്തിനുള്ളതും ദൈവബന്ധത്തിൽ മാത്രമുള്ളതുമാണ്. ജനത്തിൻ്റെ പിൻബലം കൊണ്ടല്ല, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് കൊണ്ടാണ് ഒരാൾ അധികാരത്തിൽ വരുന്നത്. അതിനെ ധിക്കരിച്ചാൽ അധികാരം ലഭിച്ചവന് ശിക്ഷയുണ്ടാകുകയും അധികാരത്തിൽ നിന്ന് മാറ്റം സംഭവിക്കുകയും ചെയ്യും. പ്രിയ സ്നേഹിതരെ, പിതാവാം ദൈവത്തിൻ്റെ ഹിതമറിഞ്ഞ് നമുക്ക് പ്രവർത്തിക്കാം. സിംഹാസനസ്ഥനാകുന്ന രാജാവിൻ്റെ അധികാരം വർണ്ണിക്കുന്നതിനേക്കാൾ ദൈവ മഹത്വത്തെയും അവൻ്റെ അധികാരത്തെയും കീർത്തിക്കുന്നവരായി നമുക്ക് രൂപപ്പെടാം. പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ ഹിതത്തെയും നിൻ്റെ അധികാരത്തെയും തിരിച്ചറിയുന്നതിനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.